ഇപ്പോൾ LDFിൻ്റെ കൊച്ചിയിലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പി രാജീവുമായ ഒരു സംഭാഷണം കാണാൻ ഞങ്ങളുടെ ലേഖകൻ തയ്യാറാക്കിയത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പി രാജീവ് നമ്മളോടൊപ്പം ചേരുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞാൻ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ പ്രചരണം അവസാനിക്കുമ്പോഴേക്കും ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നണിക്ക് അപ്പുറത്തുള്ള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സ്വീകരണ കേന്ദ്രങ്ങൾ വരികയുണ്ടായി. എല്ലാ വിഭാഗം ആളുകളും അവരിൽ ഒരാളെ എന്നെ കാണുന്നുണ്ട്. എനിക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ഐഡന്റിറ്റി അല്ല, ഇന്ന മതത്തിന്റെ അല്ലെങ്കിൽ വേറൊന്നിന്റെ അങ്ങനെ ഐഡന്റിറ്റിക്ക് അപ്പുറത്തേക്ക് അവരുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന രൂപത്തിലാണ് ജനങ്ങൾ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ആളുകളുടെ നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വളരെ സ്നേഹപൂർവ്വമാണ് ജനങ്ങൾ എന്നെ പെരുമാറിയിട്ടുള്ളത്. ജനങ്ങളിൽ ഞാൻ തുടക്കം മുതൽ നല്ല വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതേവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് രാജ്യസഭയിൽ അംഗമായിരിക്കുമ്പോഴാകാം, പാർട്ടി സെക്രട്ടറി ആകുമ്പോഴാകാം, അവരെല്ലാം ജനങ്ങളൊപ്പം ഉണ്ടായിരുന്നു. എല്ലാം നല്ല കാര്യങ്ങൾക്കും അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും എന്നോടൊപ്പം ഉണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമാണുള്ളത്. ഒരു മാസത്തോളം കാലമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് താങ്കളുടെ ആശയങ്ങൾ പങ്കുവെക്കുകയാണ്. ആ ആശയം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു? അവരിൽ നിന്ന് ലഭിച്ച പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം അവരിൽ നിന്ന് പഠിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ എന്നിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ രാജ്യസഭ അംഗമായിരിക്കുമ്പോഴും അതേപോലെ തന്നെ എല്ലാ വിഭാഗ ആളുകളുടെ ഒരു വികസന സമിതി അന്ന് രൂപീകരിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ ചോദ്യത്തിന് ആയിരക്കണക്കിന് പ്രതികരണങ്ങൾ ലഭിച്ചു. വിവിധ സംഘടനകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ, അവരെല്ലാമായി സംവദിക്കുകയുണ്ടായി. അവരിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭാവി എറണാകുളത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ് രാജ്യത്ത് വരേണ്ടതുണ്ട്. ആ ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം മതനിരപേക്ഷത ഉണ്ടാവില്ല. പാർലമെൻറ്റിൽ മിതാന്തമായ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം കുറേ കൂടി ഗൗരവത്തിൽ ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. അത്തരം കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായാണ് എറണാകുളം മണ്ഡലത്തെ കാണുന്നത്. UDFിന്റെ ഒരു കോട്ടയാണ്. ആ കോട്ട തകർക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടോ ഇപ്പോൾ? അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു മണ്ഡലവും കുത്തകയാണെന്ന് പറയാൻ കഴിയില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നാൽ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് കോൺഗ്രസ് കോട്ടയാണ്. അവർ അന്ന് പറഞ്ഞത് 1.5 ആഴ്ച മുമ്പ് പറഞ്ഞു 12% വ്യത്യാസമുണ്ട്. പിന്നലത്തെ ഒടുവിലത്തെ സർവേയിൽ അത് 1%, 1.5 ആഴ്ച കൊണ്ട്. അപ്പം എനിക്കിനി 60 മണിക്കൂർ കൂടിയുണ്ട്. 14% ആളുകൾ ഇനിയും തീരുമാനമെടുക്കാനുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ജനങ്ങളിലാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. ഏത് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ജനങ്ങളൊപ്പമുള്ളത് കൊണ്ടാണ് അത് വിജയിക്കുന്നത്. ഈ ഘട്ടത്തിലും ജനങ്ങളിൽ തന്നെയാണ് വിശ്വാസം. ജനങ്ങൾ നല്ല രീതിയിൽ തീരുമാനമെടുക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഞാൻ ഇന്നിപ്പോൾ എല്ലാ മണ്ഡലത്തിലൂടെ അവസാനമായ പ്രചരണമാണ്. അത് കഴിഞ്ഞാൽ പാലാരിവട്ടത്ത് 6 മണിയോടുകൂടി പ്രചരണം സമാപിക്കും.